അങ്ങനെ കാത്തിരുന്ന് കേരളത്തിൽ ക്രിക്കറ്റ് പൂരത്തിന് കൊടിയേറാൻ പോവാണ്. KCL രണ്ടാം സീസണിന് ആവേശത്തുടക്കമിടാൻ ടീമുകളൊക്കെയും സജ്ജമാണ്. മുൻ രഞ്ജി താരവും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കോച്ചിംഗ് ഡയറക്ടർ കൂടിയായ CM ദീപക് ആണ് ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ ദീപക്, ഗുഡ് മോർണിംഗ്. സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. എല്ലാം സജ്ജമായി കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പിന്നെ എല്ലാം സെറ്റല്ലേ. നാളെ മാച്ച് തുടങ്ങിയല്ലേ. ക്യാമ്പൊക്കെ തുടങ്ങി കുറച്ച് ദിവസമായി. അപ്പോൾ എല്ലാം നമ്മൾ ശുഭപ്രതീക്ഷയിലാണ്. ഓക്കെ. ഇപ്പോൾ ഈ ചെറിയ മഴയൊക്കെ ഉണ്ട്. ഈ മഴയിലൊക്കെ എന്തെങ്കിലും ഈ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടോ? ഈ സമയത്ത് കളി നടക്കണമെങ്കിൽ കേരളത്തിൽ അത് തിരുവനന്തപുരത്ത് മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെ കാലാവസ്ഥ കുറച്ചുകൂടെ ബെറ്ററാണ്. നമ്മൾ ക്യാമ്പ് ഏതാണ്ട് 3-ാം തീയതി തുടങ്ങിയതാണ് ഈ മാസം. അപ്പം പല ടീമുകളും പുറത്ത് പോയി, ചെന്നൈയിലും പോണ്ടിച്ചേരിയിലൊക്കെ പോയി മഴ പേടിച്ച്. പക്ഷെ നമ്മുടെ ക്യാമ്പ് ഒരു ദിവസം പോലും ഇവിടെ മുടങ്ങിയില്ല, മഴ മുടക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ മഴ ഇടയ്ക്ക് അടിക്കുമായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ. ശ്രീ ദീപക്, ഇപ്പോൾ സഞ്ജു സാംസൺ കളിക്കുന്നു എന്ന ആവേശത്തിലാണ് ആരാധകരൊക്കെയും ഉണ്ടായിരുന്നത്. സഞ്ജു ഇന്ത്യൻ ടീമിനൊപ്പം ചേരാൻ ഉടൻ ക്യാമ്പ് വിടുമോ എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം കൊച്ചിയുടെ ആദ്യ മത്സരത്തിൽ നാളെ സഞ്ജു ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും സഞ്ജു നമ്മുടെ ഒരു മെയിൻ ഭാഗമാണ് ഈ ടീം. നമുക്ക് നേരത്തെ തന്നെ അറിയാം ഏഷ്യ കപ്പ് വരുന്നുണ്ട്, സഞ്ജു അതിൻ്റെ ഭാഗമാവുമെന്നെല്ലാം അറിയാം. പക്ഷേ എത്രത്തോളം മാച്ചസ് ഉണ്ടാവും എന്നുള്ളത് ഇനിയും BCCI എന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. എന്നാണ് ക്യാമ്പ് തുടങ്ങുന്നത്, എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തീരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷേ സഞ്ജു നമ്മുടെ ഭാഗമാണ്, പ്രാക്ടീസിനും എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. യെസ്. ഇപ്പം സഞ്ജുവിനിപ്പം മുഴുവൻ മത്സരങ്ങളും കളിക്കാൻ പറ്റില്ല. റെക്കോർഡ് തുകയ്ക്കാണ് ടീമിലെടുത്തത്. ഇപ്പം പൂർണ്ണമായും കളിപ്പിക്കാനാകാത്തതിൽ അങ്ങക്ക് നിരാശയുണ്ടോ? ടീമിന് നിരാശയുണ്ടോ? സഞ്ജുവിനെ കിട്ടിയതിൽ തന്നെ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. കാരണം അദ്ദേഹം ഈ ടീമിൻ്റെ ഭാഗമായതും ക്യാമ്പിൽ നമ്മുടെ ഭാഗമായതും നമ്മുടെ പ്ലെയേഴ്സിനെല്ലാം ഒരുപാട് മോട്ടിവേഷനാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എത്ര മാച്ച് കിട്ടുന്നുള്ളത് നമുക്ക് ബോണസ് തന്നെയാണ്. കാരണം ഇൻ്റർനാഷണൽ പ്ലെയറാണ്, ഒരുപാട് മാച്ചസ് കിട്ടില്ല എന്ന് നമുക്ക് തുടക്കം തന്നെ അറിയാം. ഓക്കെ. സഞ്ജുവിൻ്റെ സഹോദരൻ കൂടിയായ സാലിയാണ് കൊച്ചി ടീമിൻ്റെ നായകൻ. ഇപ്പം ടീമിൻ്റെ ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ് സാലിയുടെ നായകത്വത്തിൽ? സാലി നമ്മൾ വളരെ കാം കൂൾ, അധികം സംസാരിക്കില്ല അദ്ദേഹം, പക്ഷേ വളരെ ഷാർപ്പാണ്. അദ്ദേഹം പറയുന്ന നല്ല കൃത്യം കാര്യങ്ങൾ അദ്ദേഹം വാച്ച് ചെയ്ത് പറയുന്ന ഒരു ആളാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉത്തരം അദ്ദേഹത്തിന് ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ആക്ഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് തോന്നും. നമ്മൾ വിചാരിക്കും ഇത് ഇനിയിപ്പോൾ തീരുമാനങ്ങളൊക്കെ വരുമോ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കുമോ, ഒന്നുമല്ല. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള താരമാണ്. ഒരുപാട് കൊല്ലമായിട്ട് കളിക്കുന്നൊരു പ്ലെയർ കൂടിയാണ്. ജൂനിയർ സ്റ്റേറ്റ് എല്ലാം ഒരുപാട് കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് അദ്ദേഹം. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഞ്ജുവിൻ്റെ പ്രസ് മീറ്റിലൊക്കെ അദ്ദേഹം സാലിയെക്കുറിച്ച് പറയണ്ടായിരുന്നു, ഈ ചേട്ടൻ്റെ കൂടുതൽ നല്ല ഫോമിലൊക്കെ ഇനി കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ടീമും അല്ലേ? തീർച്ചയായിട്ടും സാലി ഇപ്പോൾ കഴിഞ്ഞ ഈ ടൂർണമെൻറ്റ് ഓപ്ഷന് തൊട്ട് ശേഷം ഒരു ടൂർണമെൻറ്റിൽ ഒരു 140 അടിച്ചതാണ്. നല്ല ഫോമിൽ നിൽക്കുന്നതാണ്. ക്യാമ്പിലെല്ലാം നോക്കിയാലും അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഓക്കെ. ഇപ്പോൾ രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ കേരള ക്രിക്കറ്റിന് KCL എത്രത്തോളം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ ദീപക്? കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കുറിച്ച് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. കാരണം ഈ കേരള ക്രിക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ബെഞ്ച് സ്ട്രെങ്ത് ലാക്കിംഗ് ആയിരുന്നു. ഒരു കോവിഡ് ആ സമയത്ത് അതിന് മുമ്പായിട്ടൊക്കെ ഒരുപാട് പദ്ധതികൾ KCA ഓടിച്ചിരുന്നു. ഒരു TRDO സ്കീം ഉണ്ടായിരുന്നു, ടാലൻറ്റ് സ്കൗട്ട്, അതിൽ ഞാനും ഭാഗമായിരുന്നു. പക്ഷെ അതൊന്നും വലിയ സക്സസ്ഫുൾ ആയിരുന്നില്ല. ചെറിയ രീതിയിലൊക്കെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാനായുള്ളൂ. KCL വന്നതോടുകൂടി അതിൻ്റെ ഔട്ട്ലുക്ക് ആകെ മാറി. ക്ലബ് ക്രിക്കറ്റ് എന്നുള്ളൊരു ഡൈയിങ് ഫോർമാറ്റായിരുന്നു. ക്ലബ് ക്രിക്കറ്റിന് ആർക്കും കളിക്കാൻ താല്പര്യമില്ലായിരുന്നു. 23 വയസ്സ് കഴിഞ്ഞാൽ, അതായിരുന്നു ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി. അത് കഴിഞ്ഞാൽ പലരും നാട് വിട്ട് പോകുന്ന, ദുബായിലേക്ക് ജോലിക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ ഫസ്റ്റ് കേസിൽ കഴിഞ്ഞ സീസണിലെ ക്ലബ് ടൂർണമെൻറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഉഗ്രനായിരുന്നു. പ്ലെയേഴ്സ് എല്ലാം കളിക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ പ്രകടനങ്ങൾക്ക് ഒരു വിലയുണ്ട് എന്ന് അവർക്കിപ്പോൾ മനസ്സിലായതോടുകൂടി പ്രിപ്പറേഷൻ മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും കഴിഞ്ഞ സീസണിലെ ക്യാമ്പും ഈ സീസണിലെ ക്യാമ്പും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. പ്ലെയേഴ്സിൻ്റെ അപ്രോച്ച് ആണെങ്കിലും അവരുടെ ഔട്ട്ലുക്ക് ആണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു KCL ഇപ്പോൾ രണ്ടാം സീസണേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ സീസൺ നമ്മൾ വിഘ്നേഷ് പുത്തൂറിൻ്റെ എക്സാമ്പിൾ നമ്മളെല്ലാവരും പറയുന്നതാണ്. ഇനി അങ്ങോട്ട് പോകുന്നത് ഈവൻ സച്ചിൻ ബേബി, അദ്ദേഹം IPL നിന്ന് പലപ്പോഴും കഴിഞ്ഞ 2-3 സീസണായിട്ട് അദ്ദേഹത്തിനും ചാൻസ് ഇല്ലായിരുന്നു. അദ്ദേഹം ആ KCL തകർത്ത് IPL വരുന്നു. വരുന്ന വർഷങ്ങളിൽ ഒരുപാട് താരങ്ങൾ ഇനിയും വരികയും കേരളത്തിന് ആ ബെഞ്ച് സ്ട്രെങ്ത്തും, കേരള കഴിഞ്ഞ സീസൺ ഫൈനലിൽ രഞ്ജി ട്രോഫി കളിച്ചാണ്, വൈറ്റ് ബോളിലും കേരളം വലിയൊരു ഇമ്പാക്റ്റ് പോകുന്ന ആളുകൾ ഉണ്ടാക്കും. എല്ലാ ക്രെഡിറ്റും KCAക്ക് തന്നെയാണ്.
യെസ്, ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ പരിശീലനവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞോ? തീർച്ചയായിട്ടും നാളെ ടൂർണമെൻറ്റ് തുടങ്ങുകയല്ലോ. നമ്മളുടെ ആദ്യ മത്സരം നാളെ രാത്രിയാണ്. അപ്പം ഇന്നലെയായിരുന്നു നമ്മുടെ മാൻഡേറ്ററി സെഷൻ. ഇന്ന് നമ്മളൊരു വേണമെങ്കിൽ ചെയ്താൽ മതി, ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം സെറ്റായിട്ടിരിക്കുന്നൊരു ഫീലാണ് പ്ലെയേഴ്സിനുമുള്ളത്. അപ്പം എല്ലാം സെറ്റാണ്. കാരണം നമ്മൾ ഓപ്ഷൻ കഴിഞ്ഞ നെക്സ്റ്റ് വീക്കെൻഡ് തൊട്ട് നമ്മൾ ക്യാമ്പ് തുടങ്ങിയതാണ്. എറണാകുളത്തും ട്രിവാൻഡ്രത്തുമായിട്ട് പല ക്യാമ്പുകൾ നമ്മൾ ചെയ്തു. മെയിൻ ക്യാമ്പ് ഒരു 12 ദിവസം ഇപ്പോൾ ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ബോണ്ടിങ്, നമ്മൾ കോച്ചസ് തമ്മിലാണെങ്കിലും കോച്ചസും പ്ലെയേഴ്സും തമ്മിലാണെങ്കിലും ഒക്കെ നല്ലൊരു ബോണ്ടിങ്ങും നല്ലൊരു ഫീലിൽ നിൽക്കുന്നൊരു സമയമാണത്. ഇപ്പോൾ അങ്ങിപ്പോൾ രഞ്ജി മുൻ താരം കൂടിയാണ് ശ്രീ ദീപക്. അപ്പോൾ ഈ മറ്റ് ടീമുകളുടെയും ഒക്കെയും പ്രകടനം കാണുമ്പോൾ എന്താണിപ്പോൾ തോന്നുന്നത്? ഇപ്പോൾ എല്ലാ ടീമുകളും ഒപ്പത്തിനൊപ്പമാണോ? പുതിയ തന്ത്രങ്ങൾ, പുതിയ ഓരോരോ കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടോ അതിൽ? തീർച്ചയായിട്ടും എല്ലാ ടീമുകളിലും പല ടീമുകളിലും കോച്ചിങ് സ്റ്റാഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഉണർവ് എല്ലായിടത്തും ഉണ്ട്. എല്ലാ ടീമുകളും ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. പ്രിപ്പറേഷനിൽ ആരും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാ ടീമും നല്ല പ്രിപ്പയർഡാണ്. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, കഴിഞ്ഞ സീസണിലെ ഓപ്ഷൻ പെട്ടെന്നായിരുന്നു, അനൗൺസ്മെൻറ്റും ഓപ്ഷനും എല്ലാം. അപ്പോൾ ഇത്തവണ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു എല്ലാവരും ഓപ്ഷന് വന്നത്. അത് നമ്മുടെ സ്ക്വാഡുകൾ എല്ലാ ടീമുകളുടെയും നോക്കിയറിയാം. എല്ലാ സ്ലോട്ടുകളും ഒരുമാതിരി എല്ലാ ടീമുകളും കവർ ചെയ്തിട്ടുള്ള ഒരു സ്ക്വാഡുകളാണ്. അപ്പോൾ നല്ല കടുത്ത കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. എന്നാലും നമ്മൾ ഏത് ടീമിൻ്റെ പ്രതീക്ഷയും പോലെ എൻ്റെ പ്രതീക്ഷയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇത്തവണ മുകളിൽ കപ്പടിച്ച് ആ ഒരു വിജയക്കൊടി പാറിക്കും എന്നുള്ളത് തന്നെയാണ്. ശരി, അങ്ങനെ തന്നെ വരട്ടെ ശ്രീ ദീപക്. നമുക്കിപ്പം ചേർന്നതിന് ഒത്തിരി സന്തോഷമായി. എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞതുപോലെ നാളെ ഇപ്പോൾ കേരളത്തിൽ ക്രിക്കറ്റ് പൂരത്തിന് കൊടിയേറാൻ പോവുകയാണ്. അപ്പോൾ KCL 2ാം സീസണിന് ആവേശത്തുടക്കമിടാൻ ടീമുകളൊക്കെ സജ്ജമാണ്. മുൻ രഞ്ജി താരവും ഒപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ കോച്ചിങ് ഡയറക്ടർ കൂടിയായ CM ദീപകാണ് നമുക്കൊപ്പം ചേർന്ന്